Hi everyone, welcome to ADA 24/7 ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ് ഫേസ് 1 പരീക്ഷയുടെ മാത്സിന്റെ ക്വസ്റ്റ്യനും അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമാണ്. ഓരോ ചോദ്യങ്ങളും എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും പരീക്ഷയ്ക്ക് എളുപ്പമാണെന്ന് തോന്നുന്നു. മാത്സിന്റെ ക്വസ്റ്റ്യനെ കുറിച്ച് പൊതുവെ പറയുമ്പോൾ എല്ലാം ബേസിക് കൺസെപ്റ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നമുക്ക് സിമ്പിൾ ആണെന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല, കാരണം ടൈം കൺസ്യൂമിങ്. നമുക്ക് കൂടുതൽ സമയം ഇതിനകത്തേക്ക് നമുക്ക് ചെയ്യേണ്ട ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തീരെ സിമ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബേസിക് കൺസെപ്റ്റ് അറിയാവുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സി കോഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എ സിലിണ്ടറിക്കൽ ബക്കറ്റ് ഓഫ് ഡയമീറ്റർ 42 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 10 സെന്റിമീറ്റർ വാസ് ഫുൾ ഓഫ് സാൻഡ്. വെൻ ദ സാൻഡ് ഇൻ ദ ബക്കറ്റ് വാസ് poured in the ground, the sand got covered into a shape of a cone. If the height of the cone was 21 centimeter, what was the base area of the cone? കോണിന്റെ ബേസ് ഏരിയ കണ്ടുപിടിക്കാനാണ്. ഞാൻ മലയാളം ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ല. എടുക്കാത്തതിന് കാരണം നിങ്ങളെ ക്വസ്റ്റ്യൻ പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എക്സാക്ട് എന്താ പറയുക മീനിങ് വരുന്ന ട്രാൻസ്ലേഷൻ അല്ല അവിടെ മലയാളത്തിൽ നടത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളം ക്വസ്റ്റ്യൻ ആണ് നോക്കിപ്പോയിട്ടെങ്കിൽ നമ്മൾ മിക്കവാറും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നതായിരിക്കും. കണ്ടിട്ടുണ്ട്, എനിക്ക് അബദ്ധം പറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്താണ് നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. അപ്പോൾ തീർത്തും മലയാളത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും എന്താ പറയുക പരീക്ഷയ്ക്ക് പോകരുത്. PSC തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയാളം ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും അതിൻ്റെ ആൻസർ ഫൈനലൈസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ മീനിങ് കംപ്ലീറ്റ്ലി മാറിപ്പോകുന്ന തരത്തിലുള്ള ട്രാൻസ്ലേഷൻ ആയിരുന്നു. അത് ക്വസ്റ്റ്യൻ കണ്ടവർക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക: എ സിലിണ്ടറിക്കൽ ബക്കറ്റ് ഓഫ് ഡയമീറ്റർ 42 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 10 സെന്റിമീറ്റർ ആർ ഫുൾ ഓഫ് സാൻഡ്. അപ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ബക്കറ്റിൽ സാൻഡ് ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം, ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് ഡയമീറ്റർ 42 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയമീറ്റർ തന്നിരുന്നാൽ നമുക്ക് അവിടെ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആരം കണ്ടുപിടിക്കാം. അതിൻ്റെ പകുതി എടുത്താൽ മതി. എത്രയായിരിക്കും? 21 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഫുൾ ഓഫ് സാൻഡ് ആണ്, മണൽ നിറച്ച് വെച്ചിട്ടുണ്ട് ആ സിലിണ്ടറിക്കൽ ബക്കറ്റിൽ. അത് എന്ത് ചെയ്തു? വെൻ ദ സാൻഡ് ഇൻ ദ ബക്കറ്റ് വാസ് poured in on the ground, അത് ഗ്രൗണ്ടിൽ തട്ടിയപ്പോഴത്തേനും ഒരു കോണിക്കൽ ഷേപ്പിലാണ് എന്ത് ചെയ്തത്, ഒരു ഷേപ്പിന്റെ കോണിലാണ് ആ മണൽ അവിടെ വീണിരിക്കുന്നത്. അതായത് കോണിന്റെ ഷേപ്പിൽ ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ മണൽ അവിടെ വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബേസ്, കോണിന്റെ ഈ ബേസ് എന്താണ്, സർക്കുലർ ഷേപ്പിലായിരിക്കും. ആ സർക്കിളിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ബേസ് ഏരിയ ഓഫ് ദ കോൺ, കോണിന്റെ പാദ വിസ്തീർണം അല്ലെങ്കിൽ ബേസ് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സിലിണ്ടറിക്കൽ ഷേപ്പിലുണ്ടായിരുന്ന ബക്കറ്റിന്റെ അതേ വോളിയം തന്നെയായിരിക്കും ആ കോണിക്കൽ ഷേപ്പിലുള്ള മടലിന്റെ സാൻഡിന്റെ എന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിന്റെയും, ആ സിലിണ്ടറിന്റെയും കോണിന്റെയും വോളിയം അല്ലെങ്കിൽ വ്യാപ്തം സെയിം ആണ്. അപ്പോൾ സിലിണ്ടറിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്, നമ്മൾ സിലിണ്ടറിന്റെ കാര്യം ഫസ്റ്റ് നോക്കാം. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് πr²h ആണ് അല്ലേ, πr²h ആണ്. അപ്പോൾ അതിന്റെ നമുക്കറിയാം വ്യാപ്തം കണ്ടുപിടിക്കാൻ പറ്റും. ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇവിടെ ഉണ്ട്. പൈ എങ്ങനെ ഇട്ടേക്കുക? r² ആകുമ്പോൾ 21ന്റെ സ്ക്വയർ. അപ്പോൾ 21 h എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. ഓക്കെ, അതിന് ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്ത് വലിയ നമ്പറിലേക്ക് ആകേണ്ട, ലാസ്റ്റ് എന്തായാലും നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ടേക്കുകയാണ്. അത്രയും എന്താ പറയുന്നത്, സെന്റിമീറ്റർ ക്യൂബ്. ശരി, ഇനി രണ്ടാമത് കോണിന്റെ കാര്യം നോക്കുക. രണ്ടിന്റെയും വ്യാപ്തം അല്ലേ, രണ്ടിലും സെയിം മണല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിന്റെയും വ്യാപ്തം എന്തായിരിക്കും, അല്ലെങ്കിൽ വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ കോണിന്റെ വോളിയത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ πr²h തന്നെയാണ് നമുക്ക് അവിടെയും വേണ്ടത്. അതിന്റെ കൂട്ടത്തിൽ ഒരു 1/3 കൂടെ ചേർത്തേക്കാം. അപ്പോൾ കോണിന്റെ വോളിയം ആവും അല്ലേ, 1/3 πr²h, 1/3 πr²h. അപ്പോൾ കോണിന്റെ ബേസ് ഏരിയ, ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കിൾ ആണ്. അപ്പോൾ സർക്കുലർ ഷേപ്പിലുള്ള ആ ബേസിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എന്താണ് സർക്കിളിന്റെ ഏരിയ എന്താണ്, πr² ആണ്. πr² ആണെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കണം, കോണിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള ഹിന്റ് എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. കോണിന്റെ വോളിയം എന്തായിരിക്കും? ഇതിന് ഈക്വൽ ആയിരിക്കും, അതിന് നമ്മുടെ സിലിണ്ടറിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ വോളിയം ഓഫ് കോണ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ. ആ ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഈ 1/3 πr²h ഈസ് ഈക്വൽ ടു π ഇൻറ്റു 21 × 10. ഓക്കെ, അപ്പോൾ ഇതിനെ അതിൻ്റെ ഹൈറ്റ് ഓഫ് ദ കോൺ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 21 സെന്റിമീറ്റർ. കോണിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 21 സെന്റിമീറ്റർ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/3 πr² നമുക്ക് അറിയത്തില്ല, മറ്റെത്രയായിരുന്നു? 21 ആണ്. π ഇൻറ്റു 21 × 10. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഫുൾ സ്റ്റെപ്പ് എഴുതുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സ്റ്റെപ്പ് ചുമ്മാ എഴുതി നടക്കേണ്ട, അല്ലാതെ തന്നെ കട്ട് ചെയ്യുക. പയ്യും നമുക്ക് കട്ട് ചെയ്യാം. ഒരു 21 നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? r² വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. r² ഈസ് ഈക്വൽ ടു 210. അതായത് 21 × 10, 210. ഈ 3 കൂടെ അപ്പുറത്തേക്ക് പോവുക. 3 കൂടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും. 210 × 3 അല്ലേ. അപ്പോൾ നമുക്ക് എത്രയായിട്ടും 0, 3,
630. ആർ സ്ക്വയറിന്റെ വാല്യൂ 630. നമുക്ക് വേണ്ടത് ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ. അപ്പോൾ പൈ ആർ സ്ക്വയർ ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 630 ഇൻറ്റു പൈ, അല്ലെ ആർ സ്ക്വയറിന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് എത്രയായിരുന്നു, 1/3 പൈ ആർ സ്ക്വയർ എച്ചിൽ നിന്ന് എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ നിന്ന് ആർ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് കിട്ടും 630 കിട്ടും. കണ്ടുപിടിക്കേണ്ടത് ബേസ് ഏരിയ ആണ്. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ. അപ്പോൾ ആർ സ്ക്വയറിന്റെ വാല്യൂ ഉണ്ട്, പൈ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. 630 ഇൻറ്റു 22/7. പൈക്ക് പകരം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫ്രാക്ഷണൽ വാല്യൂ ആണ് 22/7 എന്നുള്ളത്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് ചെയ്യുക, കാരണം നമ്മുടെ ആൻസറിൽ ഓപ്ഷനിൽ പൈ ആണ് തന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഇതുവരെ നമ്മൾ ചെയ്താൽ മതി അല്ലേ. ഇവിടെ പൈക്ക് പകരം നമ്പേഴ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൈയെ ഇവിടെ മാറ്റേണ്ടി വരും. എന്ത് ചെയ്യുക, കട്ട് ചെയ്യാം. 9 7 ആണ് 63. അപ്പോൾ 90 ഇൻറ്റു 22, 9 2 18, 8 ഇഷ്ടം 1, 18 1 19, 1980 സെന്റിമീറ്റർ സ്ക്വയർ. 1980 സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ, 1980 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സംഭവം ഇത്രേ ഉള്ളൂ. രണ്ട് ഷേപ്സിൻ്റെ, അത് കോണും സിലിണ്ടറും രണ്ടിൻ്റെ വോളി ഒഴിക്കലാണ്, അതാ കൺസെപ്റ്റ്. വോളി നമ്മൾ ഇക്വേറ്റ് ചെയ്തു, അതിന് റേഡിയസ് കണ്ടുപിടിച്ച് ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ, 1980 സെന്റിമീറ്റർ സ്ക്വയർ. ഇത്രേ ഉള്ളൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ, അതാ ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ സിമ്പിൾ കൺസെപ്റ്റാണ്. നമ്മുടെ ജോമെട്രിയുടെ 3 ഡയമെൻഷൻ ജോമെട്രി വരുമ്പോഴത്തേക്കും, അല്ലേ, മെൻസുറേഷനിൽ 3 ഡയമെൻഷൻ വരുമ്പോഴത്തേക്കും അതിനകത്തുള്ള സിലിണ്ടറും കോണിൻ്റെയും സംഭവങ്ങളാണ്. ബേസിക് പ്രോപ്പർട്ടി, വോളിയവും അതിൻ്റെ ബാക്കി കൺസെപ്റ്റ് ഏരിയയുടെ കൺസെപ്റ്റാണ്. പക്ഷേ അത് ചെയ്തു വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും, കാൽക്കുലേഷൻ കൂടുതലാണ്, ടൈം കൺസ്യൂമിംഗ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ശരി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1 - 1/2, 1 - 1/3, 1 - 1/4 എക്സെട്ര 1 - 1/2. ഇത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, വേറെ ഒന്നും ചിന്തിക്കുകയും വേണ്ട. ആ സീരീസിനെ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുക. 1 - 1/2, 1 - 1/3, 1 - 1/4 എക്സെട്ര 1 - 1/20, 1 - 1/20. എന്നിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ. സിംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ 2 - 1 ആകുമ്പോൾ 1 ആണ്, 1/2 ആവും. അടുത്ത ടൈം എന്താണ്, 3 - 1 ആകുമ്പോൾ 2/3 ആവും. അടുത്ത 4 - 1 ആകുമ്പോൾ 3/4 ആവും. അങ്ങനെ ലാസ്റ്റ് 20 - 1 ആകുമ്പോൾ 19 ഡിവൈഡഡ് ബൈ 20 ആവും. കണ്ടോ? അപ്പോൾ ഇവിടുന്ന് 2 2 നമുക്ക് കട്ട് ചെയ്യാം, പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ 2 2 കട്ട് ചെയ്യാം, 3 3 കട്ട് ചെയ്യാം. അടുത്ത് ഇവിടുന്ന് 4 4 കട്ടാവും. ലാസ്റ്റ് ഇവിടെ 19 ഉണ്ടാവും, 19 19 കട്ടാവും അല്ലേ. ബാക്കിയുള്ളത് ഏത് മാത്രമേ ഉള്ളൂ, സിമ്പിളായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എത്ര എഴുതാൻ പറ്റും, 1/20. ലാസ്റ്റ് ഉള്ള ഡിനോമിനേറ്റർ വാല്യൂ ഫസ്റ്റ് ഉള്ള ന്യൂമറേറ്ററിലെ വാല്യൂ മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യൂ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ തന്നിട്ടുള്ള കാര്യത്തിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഈ 1 - 1/2 എന്നുള്ളത് 1/2, ഒന്നീന്ന് അര കുറച്ച് അര. അതുപോലെ 1 - 1/3, 3 - 1 എത്രയാണ്, 2/3 ആവും. അങ്ങനെ വരുമ്പോഴത്തേക്കും കോമൺ ടേംസ് ക്യാൻസൽ ആയി കളയുക. ബാക്കി നമുക്ക് എത്ര കിട്ടും, 1/20. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, 1/20. അടുത്ത് നോക്കാം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 9 + 3 - 90 = 0. ഇതിന് ഞാൻ ചെറിയൊരു മാറ്റമേ ഇതിനകത്ത് വരുത്തുന്നുള്ളൂ. 90 ഞാൻ സമത്തിന് അപ്പുറം കൊണ്ട്, അപ്പോൾ -90 + 90 ആയി. -90 എത്രയായി, +90 ആയി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിക്കുക, ഇവിടെ എക്സിന് ഏതോ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ആൻസർ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആൻസർ 90 ആയിരിക്കും. ജസ്റ്റ് ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്താൽ മതി. നമുക്ക് കൊടുക്കാം 9³ അടുത്ത് നോക്കുക, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 2 ആണ്. അപ്പോൾ ഞാൻ 2 കൊടുത്തു. 9² + 3², 9² + 3² ആകുമ്പോൾ എത്രയായിരിക്കും, 19. 9² ആകുമ്പോൾ 81, 81 3² ആകുമ്പോൾ 9, 81 9 നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 90. കണ്ടോ? അല്ലെങ്കിൽ 90 - 90 കിട്ടും, എത്രയായിരിക്കും, 0. സംഭവം അത്രേ ഉള്ളൂ. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനിൽ എടുത്ത് കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ, the difference between compound interest and simple interest on a certain sum of money at 10% per annum for 2 years is ₹25. Find the sum. ഇതും നമുക്ക് കുറച്ച് ടൈം, സിമ്പിളാണ്, പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇത്രയും മാത്രം ആലോചിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 വർഷത്തെ കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എന്തായാലും സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഇയറിൽ മാത്രമേ പലിശയ്ക്കും പലിശ വരത്തുള്ളൂ. അതായത് ആ ഇൻട്രസ്റ്റ് അല്ലേ, അതാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയറിൽ എന്തായാലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലായാലും സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 25 ആണ് അവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, സെക്കൻഡ് ഇയറിൽ അതേ എമൗണ്ടിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റിനും കൂടെ ഒരു ഇൻട്രസ്റ്റ് എവിടെ വരും, സെക്കൻഡ് ഇയറിൽ വരും. ആ പലിശയുടെ പലിശയാണ് ആ ഡിഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത് 25 എന്ന് പറയുന്നത്. അപ്പോൾ ഏതോ ഒരു സംഖ്യ അതിൻ്റെ അതിൻ്റെ എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ആണ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, എത്രയാണ് നമുക്ക് 10% per annum, 10%. അപ്പോൾ ഏതൊരു സംഖ്യയുടെ 10%, അപ്പോൾ 10/100 ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 25. അതായത് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ പലിശ, ആ പലിശയുടെ വീണ്ടും എന്താണ്, പലിശയുടെ പലിശ അല്ലേ, പലിശ നമ്മൾ ഡെപ്പോസിറ്റ് എമൗണ്ടിൻ്റെ പലിശ കണ്ടുപിടിക്കുക, 10% കണ്ടുപിടിക്കുക. ആ കിട്ടിയ നമ്പറിനെ വീണ്ടും 10% കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പലിശ കിട്ടുന്നത്. അതായിരിക്കും അവിടുത്തെ ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എത്ര കിട്ടും,
ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആവും എത്രയായിരിക്കും? ഏത് നമ്പറിൻ്റെ 10% 25 നമുക്ക് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 250 അല്ലേ? 250 10% എന്തെന്ന് പറയുന്നത് എത്രയെന്ന് പറയുന്നത് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. അതായത് 100 മുകളിൽ കൊണ്ടോ 10 താഴെ കൊണ്ടോ കട്ട് ചെയ്യുക. അപ്പോൾ 250 നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നോർമലായി ചിന്തിച്ചാൽ മതി. 250 10% 25 എന്ന് പറയുന്നത്. അപ്പോൾ 250 അവിടുത്തെ പലിശ. 250 ഒരു വർഷത്തെ പലിശ. ഓക്കെ, ഒരു വർഷത്തെ പലിശ. ഇത് ഒരു വർഷത്തെ പലിശ. ഓക്കെ, ഒരു വർഷത്തെ പലിശ 250. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ 250 എന്തിൻ്റെ 10% കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആവും. തിരിച്ച് ചിന്തിച്ചാൽ മതി. നമ്മൾ പുറകിൽ നിന്ന് മുകളിലോട്ട് പോവുക. മറ്റേ നോർമലായിട്ട് കണ്ടുപിടിക്കുന്നത് മുന്നിൽ നിന്ന് പുറകിലോട്ട് വരിക, അതായത് ആൻസറിലേക്ക് വരികയാണ്. ഇവിടെ ആൻസറിൽ നിന്ന് പുറകിലോട്ട് പോവുക. അപ്പോൾ 250 ഏതിൻ്റെ 10% നോക്കി, ഏതോ നമ്പറിൻ്റെ 10% എന്തെന്ന് നോക്കിയാൽ മതി, 250 നോക്കിയാൽ മതി. കിട്ടുമല്ലോ. ഏതിൻ്റെ ആയിരിക്കും? 2500 10% എന്തെന്ന് പറയുന്നത് 250 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓപ്ഷനിൽ നിന്ന് നോക്കാൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്ര ആലോചിക്കുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? 2500 10% കണ്ടുപിടിച്ചു. സാധാരണ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ 250 നമുക്ക് കിട്ടും. ഓക്കെ, 2500 10% 250. ശരി, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ, ഒന്നാമത്തെ ഇയറിൽ പലിശ 250. രണ്ടാമത്തെ ഇയറിലും അതിൻ്റെ പലിശ എത്രയാണ്? 250. അപ്പോൾ സാധാരണ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 വർഷത്തെയും കൂടെ പലിശ എത്രയാവും? 500 രൂപയാവും. ശരി, ഇനി ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കാര്യം. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുമ്പോൾ ഈ സെക്കൻഡ് ഇയറിൽ 250 രൂപയുടെ 10% കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതായത് 25 രൂപയുടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ രണ്ടാമത്തെ വർഷത്തിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ 500 പ്ലസ് ഈ 25 കൂടെ ആഡ് ചെയ്യുക, 525. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 25. അതാണ് ഞാനീ പറഞ്ഞത്. നമ്മൾ തിരിച്ച് ചിന്തിച്ചു എന്നുള്ള കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 2500. ഒന്നുകിൽ ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതേ രീതിക്ക് തിരിച്ച് ചിന്തിക്കുക കേട്ടോ. ഏതോ ഒരു നമ്പറിൻ്റെ ഇവിടെ എത്രയാണ് പെർസെൻറ്റ് എന്നെങ്കിൽ അത് കണ്ടുപിടിക്കുക. അതായിരിക്കും അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് വെച്ച് ചെയ്യാം നമുക്ക്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ കുറേ സമയം എടുക്കും. ഇതും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കുക, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നോർമലി സാധാരണ PS തരുന്നതെന്ന് പറഞ്ഞാൽ പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ്, മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ്, അങ്ങനെയൊക്കെ തന്നിട്ട് ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ തന്നിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. 60 - 10. നമ്മൾ കുറേ നേരം അത് ആലോചിച്ചുകൊണ്ടിരിക്കും എന്തായിരിക്കും ഇവിടെ കണക്ഷൻ എന്നുള്ള കാര്യം. അപ്പോൾ 60 × 10 ആയിരിക്കും 600 എന്ന് പറയുന്നത്. 12 / 4 എന്ന് പറഞ്ഞാൽ 16. 12 / 4 അല്ല 16, 12 + 4 ആണ് 16. അപ്പോൾ മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആ യൂസ് ചെയ്യേണ്ടത്. ഡിവിഷൻ, ഇവിടെ ഡിവിഷൻ ആട്ടോ. 12 / 4 എന്നാണ് കൊടുത്തേക്കുന്നത്. 12 / 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്ലസ്. ബൈ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അടുത്ത് നോക്കുക, 6 × 3 എന്ന് പറഞ്ഞാൽ 3. 6 × 3 അല്ല 3 എന്ന് പറയുന്നത്. ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 6 ൽ നിന്ന് 3 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 3 കിട്ടുന്നത്. അപ്പോൾ ആ കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയുള്ള നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കിട്ടും. ചിലപ്പോൾ നമ്മൾ അതായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൈം എങ്ങനെ കളയാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം PS ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത 10 + 2 എന്ന് പറഞ്ഞാൽ 5 ആണ്. 10 + 2 അല്ല 5 എന്ന് പറയുന്നത്, 10/2 ആണ് എന്തെന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത്. അപ്പോൾ മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്ലസ്. ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഗുണനം വരുമ്പോൾ എന്തായിരിക്കും? മൈനസ്. പ്ലസ് വന്നാൽ എന്തായിരിക്കും? ഡിവിഷൻ. ഇനി ആ എക്സ്പ്രഷൻ നോക്കുക. 100 - 10 മൈനസ് വന്നപ്പോൾ നമ്മളിവിടെ ഇൻറ്റു ആണ് കൊടുക്കേണ്ടത്. അടുത്ത ഇൻറ്റു ആണ് വന്നേക്കുന്നത്. ഇവിടെ ഇൻറ്റു ആണ് വന്നേക്കുന്നത്. 100 - 10 ഇവിടെ ഇൻറ്റു ആണ് വന്നേക്കുന്നത്. ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കൊടുക്കേണ്ടത്? മൈനസ് ആണ് കൊടുക്കേണ്ടത്. അടുത്ത ഡിവിഷൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഡിവിഷൻ വന്നാൽ നമ്മൾ കൊടുക്കേണ്ടത് പ്ലസ് ആണ്. ഓക്കെ, സോറി, ഡിവിഷൻ വന്ന് നമ്മൾ കൊടുക്കേണ്ടത് പ്ലസ് ആണ്. അടുത്ത് പ്ലസ് ആണ് വന്നേക്കുന്നത്. പ്ലസ് വന്നാൽ നമ്മൾ കൊടുക്കേണ്ടത് ഏതായിരുന്നു? ഡിവിഷൻ ആയിരുന്നു. അടുത്ത് ഇൻറ്റു വന്നാൽ വീണ്ടും നമ്മൾ കൊടുക്കേണ്ടത് എന്തായിരുന്നു? മൈനസ്. ഇതിന് എക്സ്പ്രഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആവും ഹരിഗുണ കൂട്ടിക്കൂട, ബോൺ മാസ് റൂള്. ഫസ്റ്റ് ഡിവിഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡിവിഷൻ ആകുമ്പോൾ ഇവിടെ 1000 / 100. 1000 / 100 എന്ന് പറയുമ്പോൾ 10. 10 - 10 എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ വരും. അടുത്ത ഇവിടെ പ്ലസ്, ആ സിമ്പിൾ അതുപോലെ കൊടുക്കുക. 10 - 100 × 10 എന്ന് പറഞ്ഞാൽ 1000. 1000 - 1000. അപ്പോൾ 1000 - 1000 0. 10 - 10 0. ഫൈനൽ ആൻസർ എത്രയായിരിക്കും? 0. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ എത്ര സമയം എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ആൻസർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Arjun went 25 km to the west from his house. He turned left and walked 50 km. He then turned east and walked 40 km and finally turned left and covered 15 km. How far is he now from his house? Direction question, simple question. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഡയറക്ഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈസ്റ്റ് എവിടെ, വെസ്റ്റ് എവിടെ, നോർത്ത് എവിടെ, സൗത്ത് എവിടെ. നോർത്ത് മുകളിൽ, സൗത്ത് താഴെ അറിയാം. ഈസ്റ്റ് വെസ്റ്റ് ആയിരിക്കും കൺഫ്യൂഷൻ ആവുന്നത്. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമ്മുടെ വലത് സൈഡ് വരുന്ന ഈസ്റ്റ് അല്ലേ? മാപ്പ് ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മുടെ ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എല്ലാം വരുന്നത്. ഇവിടെയാണ് ഗുജറാത്ത്, ബാക്കി ഭാഗങ്ങളെല്ലാം അറബിക്കടലൊക്കെ വരുന്നത്. അപ്പോൾ അത് പടിഞ്ഞാറ്, വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നോക്കാം. അർജുൻ വെന്റ് 25 km ടു ദ വെസ്റ്റ് ഫ്രം ഹിസ് ഹൗസ്. വീട്ടിൽ നിന്നും 25 കിലോമീറ്റർ
വെസ്റ്റിലേക്ക് സഞ്ചരിച്ചു. അപ്പോൾ വെസ്റ്റിലേക്ക് ഇങ്ങോട്ടാണ് നിൽക്കുന്നത്, ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ. എന്നിട്ട് ഈ ടേൺ ടു ലെഫ്റ്റ്, അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് അയാൾ തിരിഞ്ഞു, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, അവിടെ നിന്ന് എന്ത് ചെയ്തു, ഇങ്ങനെ നിന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ലെഫ്റ്റിലേക്ക് നടക്കുമ്പോൾ ഇടത്തേക്ക് താഴേക്ക് വരും കേട്ടോ. താഴേക്ക് തിരിഞ്ഞ് എത്ര കിലോമീറ്റർ നടന്നു? 15 കിലോമീറ്റർ നടന്നു. ഈ ദെൻ ടേൺ ഈസ്റ്റ് ആൻഡ് വാക്ഡ്, എന്നിട്ട് വീണ്ടും കിഴക്കെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിയാന്നാണ് അല്ലേ. ഈ ഡയറക്ഷനിലോട്ട് തിരിഞ്ഞ് എത്ര പോയി? 40 കിലോമീറ്റർ പോയി. അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്തു? ഈ ടേൺ ലെഫ്റ്റ്, വീണ്ടും ഇപ്പം ഇങ്ങനെ ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇടത്തുനിന്ന് പറഞ്ഞാൽ മുകളിലോട്ട് 15 കിലോമീറ്റർ അവൻ സഞ്ചരിച്ചു. അപ്പോൾ ഇതാണ് അവൻ്റെ വീട്. ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിലാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ. ഇത്രയും 40 കിലോമീറ്റർ അല്ലേ. മുകളിൽ വീണ്ടും വീട്ടിൻ്റെ അതേ ഡയറക്ഷൻ തന്നെ അവൻ നിൽക്കുന്നത്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതേ ആ ഒരു ലൈനിൽ തന്നെ അവൻ നിൽക്കുന്നത്. 15 താഴോട്ട് വന്നു, 15 തിരിച്ച് മുകളിലോട്ട് പോവുകയും ചെയ്തു. ആ വീട്ടിൻ്റെ അതേ എന്താ പറയുക, ആ ഒരു ലൈനിൽ തന്നെ വീടും അവന് നിൽക്കുന്ന ഒരേ ലൈനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടം വരെ 25 കിലോമീറ്റർ ഉണ്ട്. മൊത്തം 40 ആണ്. 40 നിന്ന് 25 കുറയ്ക്കുമ്പോൾ എത്രയായിരിക്കും? 15. 25 30 10 40 കേട്ടോ. 15 കിലോമീറ്റർ അകലെ ആയിരിക്കും പുള്ളിക്കാരൻ നിൽക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ശരി, നെക്സ്റ്റ്. ഇത് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ്, നമ്മൾ കുറച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം നമുക്ക് ഇടയ്ക്കുള്ള നമ്പേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. സിമ്പിളായിട്ട് ഇത്രയും കാര്യം ആലോചിച്ചത് ഓപ്ഷൻ അതിനകത്ത് തന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഓപ്ഷനാണ് ABCD. എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടി എഴുതുന്നുള്ളൂ. നമുക്ക് അല്ലാതെ തന്നെ ചിന്തിക്കാന്നുള്ള കാര്യമുള്ളൂ കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ എപ്പോഴും പഠിച്ചു വെച്ചിരിക്കുക. അങ്ങോട്ട് വരുമ്പോഴത്തേക്കും 1 മുതൽ 13 വരെ 14 തൊട്ട് 26 വരെ ഇവിടെ അങ്ങനെ എഴുതുക കേട്ടോ. എന്നിട്ട് ഇവിടെ നോക്കുക, ഫസ്റ്റ് Z കഴിഞ്ഞിട്ട് പോയിരിക്കുന്ന എക്സിലേക്കാണ്. അപ്പോൾ ZX, അത് കഴിഞ്ഞ് പോയിരിക്കുന്ന എക്സിൽ നിന്ന് പോയിരിക്കുന്ന ബിയിലാണ്. ഒന്നിടെ വിട്ടാണ് പോയിരിക്കുന്നത്. അടുത്ത് ബിയിലേക്ക്, ബിയിൽ നിന്ന് നേരെ പോയിരിക്കുന്ന ടിയിലാണ്. കണ്ടോ, ടിയിലാണ്. ടിയിൽ നിന്ന് നേരെ പോയിട്ട് ഫസ്റ്റ് ലെറ്റർ മാത്രമാണ് ഞാൻ നോക്കുന്നത്. Z1A, X2D, V6G, T21J, R88M, P445P. ഓക്കെ, ആറിൽ നിന്ന് നേരെ പോയിരിക്കുന്നത് ഫസ്റ്റ് ലെറ്റർ കേട്ടോ, പി. ആറിൽ നിന്ന് ടിയിൽ നിന്ന് ആറിലേക്ക്, ആറിൽ നിന്ന് ഇതിലേക്ക് പിയിലേക്ക്. അപ്പോൾ അടുത്ത് പോകാൻ സാധ്യതയുള്ളത് ഇതിലേക്കായിരിക്കും, എന്നിലായിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് N ആയിരിക്കണം. N ആണ് അല്ലേ. കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നോക്കുക, നമ്പർ അവിടെ വിട്ടേക്കുക. ലാസ്റ്റ് ഡേറ്റ് നോക്കുക, A നിന്ന് ഡിയിലേക്ക് 2 ഗ്യാപ്പ്, 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ് ചാടിയിരിക്കുന്നത്. ഡിയിൽ നിന്നും ജിയിലേക്ക് കണ്ടോ, 2 എണ്ണം വെച്ചിട്ടാണ് ചാടിയിരിക്കുന്നത്. ജിയിൽ നിന്നും ഏതിലേക്കാണ്? ജെയിലേക്ക്. ജിയിൽ നിന്നും ജെയിലേക്ക്. അടുത്ത ജെയിൽ നിന്നും എമ്മിലേക്ക്, ജെയിൽ നിന്നും എമ്മിലേക്ക്. 2 ലെറ്റർ വെച്ചാൽ പോയിരിക്കുന്നത്. എമ്മിൽ നിന്നും പോയിരിക്കുന്നത് എത്രയിലേക്കാണ്? പിയിലേക്ക്. അപ്പോൾ എമ്മിൽ നിന്നും വീണ്ടും ഓയും പിയും കഴിഞ്ഞ് 2 ഡിജിറ്റ് കഴിഞ്ഞ് പിയിലേക്കാണ് പോയിരിക്കുന്നത്. അടുത്ത് വീണ്ടും 2 ഡിജിറ്റ് കഴിഞ്ഞ് വരാൻ സാധ്യതയുള്ള ഏതിലേക്കായിരിക്കും? എസ്സിലായിരിക്കും വരാൻ സാധ്യത. അപ്പോൾ നമ്മുടെ അവസാന ഡിജിറ്റ് ലെറ്റർ എന്ന് പറയുന്നത് അതായിരിക്കും എസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്കും തുടക്കം എന്നും എസ്സും വരുന്നത് ഏതേ ഉള്ളൂ? ഒന്നാമത്തെ ഓപ്ഷൻ. അപ്പോൾ നമ്പർ നമ്മൾ പിന്നെ അവിടെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ A ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അത് ചിന്തിച്ച് കണ്ടുപിടിക്കാന്നുള്ളത്. പക്ഷേ നമ്മളെപ്പോഴും മിക്കവാറും ആ നമ്പർ കണക്ട് ചെയ്യാനായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കണക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടും, എന്നാലും നമുക്കൊന്ന് ഉറപ്പിക്കണമല്ലോ അല്ലേ എന്നും പറഞ്ഞ് നമ്മൾ നമ്പർ വെച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ആവശ്യമില്ല. വേറെ ഓപ്ഷൻ ഒന്നും സെയിം ആയിട്ടുള്ള ഓപ്ഷൻ ഇല്ല, അവന് പ്രശ്നമില്ല. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണേ. ഇഫ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയർ അതർ ദാൻ ലീപ്പ് ഇയർ വാസ് സൺഡേ, ദെൻ വിച്ച് വാസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ? ലീപ്പ് ഇയർ അല്ലാതെ എന്ന് വെച്ചാൽ ഒരു സാധാരണ വർഷത്തിൽ, ഒരു സാധാരണ വർഷം അല്ലെങ്കിൽ നോർമൽ ഇയറിൽ കേട്ടോ, നോർമൽ ഇയറിൽ ഫസ്റ്റ് ഡേ, അതായത് ജനുവരി 1 എന്ന് പറയുന്നത് എന്താണ്? സൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനുവരി 1 സൺഡേ. ഒരു സിംഗിൾ കൺസെപ്റ്റ്, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു സാധാരണ വർഷത്തിൽ ജനുവരി 1 ഒരു നോർമൽ ഇയർ ആണെങ്കിൽ ജനുവരി 1 ഏത് വരുന്നോ അത് തന്നെയായിരിക്കും എന്താ പറയുക ഡിസംബർ 31 വരുന്നത് കേട്ടോ. ഡിസംബർ 31 വരണം. ഒരു നോർമൽ ഇയറിൽ ജനുവരി 1 വരുന്ന ഏത് ദിവസമാണോ അത് തന്നെയായിരിക്കും ഡിസംബർ 31. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ ഡിസംബർ 31. ജനുവരി 1 സൺഡേ ആണെങ്കിൽ ഡിസംബർ 31 സൺഡേ ആയിരിക്കും. ജനുവരി 1 സൺഡേ ആണെങ്കിൽ ഡിസംബർ 31 സൺഡേ ആയിരിക്കും. ഇനിയിപ്പോൾ ലീപ്പ് ഇയറിൻ്റെ കാര്യമാണ് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ജനുവരി 1 ഏത് ദിവസമാണോ വരുന്നത് അത് ഡിസംബർ 30 വരുന്നത് കേട്ടോ. ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഡിസംബർ 30 അത് വരുന്നത്. നോർമൽ ഇയർ ആണെങ്കിൽ ജനുവരി 1 വരുന്നത് അത് തന്നെ ആയിരിക്കും ലാസ്റ്റ് ദിവസം ആയിട്ട് ഡിസംബർ 31 വരുന്നത്. ലീപ്പ് ഇയർ ആണെങ്കിൽ ജനുവരി 1 വരുന്നത് അതേ ഡേ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഡിസംബർ 30 വരുന്നത് കേട്ടോ. അത്ര ആലോചിച്ചാൽ മതി. ശരി, നെക്സ്റ്റ്. പി ഈസ് ക്യൂ സിസ്റ്റർ. പി എന്ന് പറയുന്ന ക്യൂവിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ പിയും ക്യൂവും സിസ്റ്റേഴ്സ് അല്ലേ, സഹോദരങ്ങളാണ്. പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ സിസ്റ്ററാണ്. ശരി, നെക്സ്റ്റ്. ആർ ഈസ് ക്യൂസ് മദർ. ആർ എന്ന് പറഞ്ഞ ക്യൂവിൻ്റെ മദറാണ്. പിന്നെ എസ് എന്ന് പറഞ്ഞ ആറിൻ്റെ ഫാദറാണ്. എസ് എന്ന് പറയുന്നത് ആറിൻ്റെ ഫാദറാണ്.
പിന്നെ ടി എന്ന് പറഞ്ഞ എസിൻ്റെ മദറാണ്. ടി എന്ന് പറയുന്നത് എസിൻ്റെ മദർ. ഇത് പ്രീവിയസ് ചോദിച്ചിട്ട് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ദെൻ പി ഈസ് റിലേറ്റഡ് ടു എസ്. പി എങ്ങനെ എസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ പി എസിൻ്റെ മകളുടെ മകളാണ് പി അല്ലേ. പി ഈസ് ക്യൂ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് മൈനസ് സൈൻ കൊടുത്തത് ഫീമെയിൽ ആണെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് കൊടുക്കുന്ന മെയിലാണ്. ഈ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വേറെ ഒന്നുമില്ല, എസിൻ്റെ മകളുടെ മകളാണ് ആരെന്ന് പറയുന്നത് പി എന്ന് പറയുന്നത്, അല്ലെ എസിൻ്റെ ചെറുമകളാണ്, അല്ലെ എസിൻ്റെ ചെറുമകളാണ്. അപ്പോൾ പി എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എസുമായിട്ട് എങ്ങനെ റിലേഷൻ. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, അതായത് ഇവിടെ ഗ്രാൻഡ് ഫാദറും കിടപ്പുണ്ട്, അതുപോലെ ഗ്രാൻഡ് ഡോട്ടറും കിടപ്പുണ്ട്. ഏതാണെന്ന കൺഫ്യൂഷൻ. എസ് എങ്ങനെ പി ആയിട്ട് റിലേറ്റ് ചെയ്തെന്നാണ് ചോദിക്കുന്നത്. എസ് പിയുടെ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പുപ്പൻ. ഇവിടെ പി റിലേറ്റഡ് ടു എസ്. പി എങ്ങനെ എസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ചെറുമകൾ. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ഡോട്ടർ ആയിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ. ചെറുമകൾ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ആൻ എക്സാമിനേഷൻ 40% ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് 53% ഇൻ മാത്തമാറ്റിക്സ്. ഇഫ് 15% ഫെയിൽഡ് ഇൻ ബോത്ത് സബ്ജക്ട്, വാട്ട് പെർസെൻറ്റേജ് ഓഫ് പാസ്ഡ് ഇൻ ബോത്ത് സബ്ജക്ട്. നമ്മുടെ നമ്പേഴ്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത്, പെർസെൻറ്റേജിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എൻ ഓഫ് എ യൂണിയൻ ബി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോർമുലയൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ട്. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അല്ലെങ്കിൽ ഇമേജ് വരച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് സെറ്റ്, ഇത് സെക്കൻഡ് സെറ്റ്, ഇത് ഇൻ്റർസെക്ഷൻ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഈ നമ്പർ നമ്മൾ ആഡ് ചെയ്യുക. 40, 53 കൂടെ ആഡ് ചെയ്യുക. കോമൺ ആയിട്ട് വരുന്ന എത്രയാണ്? 15 പേര്. അത് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 40, 9, 90, 93. 93 നമ്മൾ എത്ര എടുക്കുക? 40, 9, 90. 93 എത്ര കുറയ്ക്കുക? 15 കുറയ്ക്കുക അല്ലേ. അപ്പോൾ 83, 78, 78, 5, 83, 78 ആണ്. 78 പേരെന്ത് ചെയ്തു? പരാജയപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ 78 എഴുതരുത്, അത് വെച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ദോസ് പാസ്ഡ് ഇൻ എക്സ്. ഇത് ഫെയിൽ ചെയ്ത ആൾക്കാരുടെ എണ്ണമാണ് ഈ തന്നിരിക്കുന്നത്. 40% പേര് ഇംഗ്ലീഷിന് ഫെയിലായി, 53% പേര് മാത്തമാറ്റിക്സിന് ഫെയിലായി, 15% പേര് 2 സബ്ജക്റ്റിന് ഫെയിലായി. അപ്പോൾ മൊത്തത്തിൽ ഫെയിലായ ആൾക്കാരുടെ എണ്ണം 78 ആണ്. അതിനകത്തുള്ള റിപ്പറ്റീഷനൊക്കെ എടുത്ത് കഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. 78 പേര് പരാജയപ്പെട്ടു. നമുക്ക് വേണ്ടത് വിജയിച്ചവർ അല്ലേ. വിജയിച്ചവർ മൊത്തം 100% കുട്ടികളുണ്ടാവുക. ടോട്ടൽ പെർസെൻറ്റേജിൽ നിൽക്കുന്നത് 40%. അപ്പോൾ മൊത്തം 100%. അപ്പോൾ 78% പേര് പരാജയപ്പെട്ടെന്നുണ്ടെങ്കിൽ വിജയിക്കുന്ന ആളുടെ എണ്ണം കണ്ടെത്താൻ 178 മൈനസ് എത്ര കിട്ടും? 22% പേര് വിജയിച്ചിട്ടുണ്ടാവും. വിജയിച്ചവരുടെ എണ്ണം കണ്ടുപിടിക്കുക. ഇത് പരാജയപ്പെട്ടവർ 78%, ബാക്കി 22% പേര് എന്ത് ചെയ്തിട്ടുണ്ട്? വിജയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. കിട്ടിയോ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡ് 12, ബ്ലൂ 20, വയലറ്റ് 42. ഇതിൻ്റെ മലയാളം ക്വസ്റ്റ്യനാണ് തമാശ. നീല എന്ന് പറയുന്നത് 12, ബ്ലൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ചുവപ്പ് എന്ന് പറയുന്നത്, അങ്ങനെയാണ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ വന്നത് നമ്പർ ഓഫ് ലെറ്റേഴ്സ്, 3 ലെറ്റർ, അതിൻ്റെ തൊട്ടടുത്ത നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, 12 കിട്ടും. കണ്ടോ, ഈക്വൽ ടു 12. ഇവിടെ 4 ലെറ്റർ, തൊട്ടടുത്ത നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, 5 × 4 എത്ര കിട്ടും? 20 കിട്ടും. ഇവിടെ 1, 2, 3, 4, 5, 6, 6 × 7 ആയിരിക്കും ചെയ്യേണ്ടത്. അപ്പോഴേക്കും നമുക്ക് 42. ഇതേപോലെ മജന്ത നോക്കുക, 1, 2, 3, 4, 5, 6, 7 അല്ലേ. 3, 6, 7. അപ്പോൾ 7 × 8 ചെയ്യേണ്ടത്. 7, 8 എത്ര ആയിരിക്കും? 56 ആയിരിക്കും ആൻസർ വരുന്നത്. നമ്പർ ഓഫ് ഡിജിറ്റും അതിൻ്റെ തൊട്ടടുത്ത നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സിമ്പിളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് അറ്റ് 6:40. 6:40 എന്ന് പറയുന്ന സമയത്തിൽ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള എന്ത് ചെയ്യുക? ആംഗിൾ കണ്ടുപിടിക്കാൻ. ജസ്റ്റ് ക്ലോക്കിലെ നമ്പർ അസ്യൂം ചെയ്യുക. 6 എന്ന് പറയുമ്പോഴത്തേക്കും മണിക്കൂർ സൂചി 6ന് നേർക്കും. ഇത് അവറാണ്, ഇത് മിനിറ്റാണ്. മിനിറ്റ് 40 എന്ന് പറയുമ്പോൾ ആ സൂചി അതിനാക്കും. ക്ലോക്കിലെ നമ്പർ വെച്ച് നമ്മൾ ചെയ്യുന്നത് 8ന് നേർക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് ഇടയ്ക്കുള്ള ഡിവിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിഫറൻസ് എടുക്കുക. 6ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഡിവിഷനാണ്. 2 ഡിവിഷൻ, ഒരു ഡിവിഷൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ക്ലോക്കിലെ ഒരു ഡിവിഷൻ, അല്ലെങ്കിൽ 1 തൊട്ട് 2 വരെയുള്ള ഈ ഒരു ഡിവിഷൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇത് 1, ഇത് 2. ഒരു ക്ലോക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് കേട്ടോ, 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 2 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. 30 × 2 എത്രയായിരിക്കും? 60 ഡിഗ്രി. തീർന്നില്ല. നിങ്ങൾ മിനിറ്റ് എത്രയാണോ മിനിറ്റിൻ്റെ പകുതി എടുക്കുക. എത്രയാണ്? 20. എന്നിട്ട് നോക്കുക, അവറും ഇവിടുത്തെ നമ്പരും, ഈ 2 നമ്പർ എടുക്കുമല്ലോ, നമ്മൾ കമ്പയർ ചെയ്യുക. ഇത് അവറിന് നേർക്കുള്ള നമ്പർ വലുതാണെന്നുണ്ടെങ്കിൽ പ്ലസ് ചെയ്യുക, അവറിന് നേർക്കുള്ള നമ്പർ ചെറുതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ചെറുതാണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. ഈ നമ്പരും 8ഉം 6ഉം ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ അവറിന് നേർക്കുള്ള നമ്പറാണ് വലുതെന്നുണ്ടെങ്കിൽ മിനിറ്റിൻ്റെ പകുതി എടുത്തിട്ട് അത് ഇവിടെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഈ 60 ഡിഗ്രി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇനി അവറിൻ്റെ വാല്യൂ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെറുതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 30h - 11/2 m ഇക്വേഷൻ ഉണ്ട് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള. ഒന്നുകിൽ അതിൽ കണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ 30 × 6 - 11/2 × 40. അപ്പോൾ 180 - 8 20 അല്ലേ? 220 അല്ലേ? എത്ര കിട്ടും?
മോഡുലസ് ഉള്ളതുകൊണ്ട് -40 എന്ന് പറഞ്ഞത് മൈനസ് എടുക്കേണ്ട കാര്യമില്ല, 40. അങ്ങനെ ഇക്വേഷനകത്ത് ആ മോഡുലസ് ചിഹ്നം കൊടുത്തേക്കും കേട്ടോ, 40 ഡിഗ്രി. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 40 ഡിഗ്രി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കിയാൽ എ വാച്ച് സെറ്റ് അറ്റ് കറക്റ്റ് അറ്റ് 5 AM. 5 AM വാച്ച് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇറ്റ് ഗെയിൻസ് 2 minutes ഇൻ എവറി 30 minutes. ഓരോ അരമണിക്കൂർ ഇടുമ്പോഴും 2 മിനിറ്റ് കൂടുതൽ ഓടും. 2 മിനിറ്റ് ഗെയിൻ ചെയ്യുന്നത് 2 മിനിറ്റ് കൂടുതൽ ഓടും. വാട്ട് ഈസ് ദ ആക്ച്വൽ ടൈം വെൻ ദ വാച്ച് ഷോസ് 10:20? 10:20 എന്ന് സമയം കാണിക്കുമ്പോൾ എത്രയായിരിക്കും അതിന് സമയം? അപ്പോൾ 5 മണി തൊട്ട് 6 മണി വരെയുള്ള കാര്യം നമുക്ക് നോക്കാം. അല്ലെങ്കിൽ 6 മണി തൊട്ട് 7 മണി വരെയുണ്ട്, 7 മണി തൊട്ട് 8 മണി വരെയുണ്ട്, 8 മണി തൊട്ട് 9 വരെയുണ്ട്, 9 മണി 10 മണി, അല്ലെങ്കിൽ ഒരുമിച്ച് എടുത്താലും മതി. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 5 മണി തൊട്ട് 6 മണി വരെ അരമണിക്കൂറിലാണ് 2 കൂടുന്നത്. അപ്പോൾ 2 ഹാഫ് ഉണ്ട് അല്ലേ? 5 തൊട്ട് 5:30 വരെ 2 മിനിറ്റ് ഓടും. 5:30 തൊട്ട് 6 മണി വരെ എത്രയായിരിക്കും? 2 മിനിറ്റ് ഓടും. അപ്പോൾ മൊത്തം 4 മിനിറ്റ് അവിടെ എന്ത് ചെയ്യും? അത് കൂടുതലായിട്ട് ഓടും. 4 മിനിറ്റ് അത് കൂടുതലായിട്ട് ഓടും. 4 മിനിറ്റ്. അടുത്ത 6 തൊട്ട് 7 വരെ 4 മിനിറ്റ് കൂടുതലായിട്ട് ഓടും. 7 തൊട്ട് 8 വരെ 4 മിനിറ്റ്. ഓരോ അരമണിക്കൂറിലും 2 മിനിറ്റ് ആണ്. അപ്പോൾ ഒരു മണിക്കൂറിൽ 2 അരമണിക്കൂർ, 2 ഇത് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ 2 × 2 4 കേട്ടോ. അപ്പോൾ 8 തൊട്ട് 9 വരെ 4 മിനിറ്റ്, 9 തൊട്ട് ഇതുവരെ 4 മിനിറ്റ്. അല്ലെങ്കിൽ 5 തൊട്ട് 6 വരെ എത്ര മണിക്കൂറുണ്ട്? അതിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 മണിക്കൂറുണ്ട്, 5 × 4 എത്ര ആയിരിക്കും? 20 ആയിരിക്കും. 2, 4, 5. അപ്പോൾ മൊത്തം എത്ര ആയിരിക്കും? 10 മണി ആകുമ്പോഴത്തേക്കും 20 മിനിറ്റ് ആയിരിക്കും അതെന്ത് ചെയ്യുന്നത്? ഗെയിൻ ചെയ്യുന്നത്. 20 മിനിറ്റ് ആയിരിക്കും ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ 20 മിനിറ്റ് അധികം ഓടിയിട്ടുണ്ട്. 20 മിനിറ്റ് അധികം ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 10:20 എന്ന് പറഞ്ഞ സമയം കാണിക്കുമ്പോഴത്തേക്ക് 20 മിനിറ്റ് അധികം ഓടിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആക്ച്വൽ ടൈം എത്രയായിരിക്കും? ആ 20 അങ്ങ് കുറയ്ക്കുക. 10:20 - 20 ചെയ്യുക. എത്രയായിരിക്കും? 10 AM. ഇത്രേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ഓരോ മണിക്കൂറിലും 4 മിനിറ്റ് എന്തായാലും അത് ഗെയിൻ ചെയ്യും. കാരണം അരമണിക്കൂറിൽ 2 മിനിറ്റ്. അപ്പോൾ ഒരു മണിക്കൂറിൽ എത്രയായിരിക്കും? 4 മിനിറ്റ്. 5 മണി തൊട്ട് 10 മണി വരെ എത്ര മണിക്കൂറുണ്ടായിരിക്കും? 5 മണിക്കൂറുണ്ട്. അപ്പോൾ 5 × 4 20 മിനിറ്റ് അത് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10:20 കാണിക്കണമെങ്കിൽ ആക്ച്വൽ ടൈം കണ്ടുപിടിക്കാൻ 20 മിനിറ്റ് മൈനസ് ചെയ്താൽ മതി. 10 മണിയായിരിക്കും കേട്ടോ. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇതിൽ ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, the average of 6 consecutive even numbers is 25. What is the difference between the largest and the smallest number? അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് നോർമലായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ എക്സ്, രണ്ടാമത്തെ നമ്പർ x+2 ഈവൻ നമ്പറിലേ പറഞ്ഞിരിക്കുന്നത്. 6 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, അടുത്തടുത്തുള്ള ഈവൻ നമ്പേഴ്സ്. അടുത്ത നമ്പർ ഉണ്ടെങ്കിൽ വീണ്ടും 2 കൂട്ടുക. x+2 + 2 x+4. അടുത്ത് x+2 + 4 4+2 x+6 x+8 x+10. അപ്പോൾ എത്രയായി? 1 2 3 അല്ലേ? ഇതൊന്ന് 1 2 3 4 5 6 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോഴാണ് അവിടുത്തെ ആവറേജ് കിട്ടുന്നത്. എത്രയാണ്? 25 എന്നുള്ളത്. 1 2 3 4 5 6. അപ്പോൾ 6x + 8 14 20 4 സോറി 6 6 6 12 തൊട്ട് 20 10 30 ഡിവൈഡ് ബൈ 6 = 25 എന്ന് പറഞ്ഞ് കിട്ടും. അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് കട്ട് ചെയ്യാം. 6 കളഞ്ഞു കഴിഞ്ഞാൽ x + 5 = 25 അല്ലേ? എത്ര കിട്ടും? എക്സ് 6 കട്ട് ചെയ്യും. ഇതിന് 6 കട്ട് ചെയ്യുമ്പോൾ ഇത് എക്സ് ആവും. 30/6 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 20 എന്ന് പറഞ്ഞ് കിട്ടും. കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പറും വലിയ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ചെറിയ നമ്പർ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 20. വലിയ നമ്പർ x+10 എന്ന് പറയുന്നത് എത്രയാണ്? 20 + 10 എത്രയാണ്? 30. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 30 - 20 എത്രയായിരിക്കും? 10 ആയിരിക്കും കിട്ടുന്നത്. 30 - 20 10. കണ്ടോ? ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളുക. 40 ഫ്രണ്ട്സ് അറ്റ് എ മാരേജ് പാർട്ടി ഷേക്ക് ഹാൻഡ്സ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഷേക്ക് ഹാൻഡ്സിൻ്റെ എണ്ണം വന്നാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ അറിയാം. n × n - 1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അതായത് 40 × 39 ഡിവൈഡഡ് ബൈ 2. 40 × 39 ഡിവൈഡഡ് ബൈ 2 കട്ട് ചെയ്യുക 20. അപ്പോൾ 39ഉം 2 ആകുമ്പോൾ 78 78 ഒരു 0 780. ആൻസർ കിട്ടി. ഇത്രേ ഉള്ളൂ. നമ്പർ ഓഫ് ഷേക്ക് ഹാൻഡ്സ്. ഓക്കെ, നമ്പർ ഓഫ് ഷേക്ക് ഹാൻഡ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, n × n - 1/2 ആൻസർ 780. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 numbers are in the ratio 3:5. Each number is increased by 10. Their ratio become 5:7. രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ 3:5. അപ്പോൾ നമ്പേഴ്സിന് എനിക്ക് ഞാൻ 3x എന്നും 5x നോർമലായിട്ട് എടുക്കുക. 5x എന്നും കൊടുത്തു. അതിനെ 10 വീതം ഇൻക്രീസ് ചെയ്യുമ്പോൾ 3x + 10ഉം 5x + 10ഉം ചെയ്യുമ്പോഴത്തേക്കും റേഷ്യോ അല്ലേ? റേഷ്യോ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാം. റേഷ്യോ എത്രയാവും? 5:7 അല്ലെങ്കിൽ 5/7 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21x + 70 = 25x + 50. അപ്പുറത്തേക്ക് 21 അപ്പുറത്തുണ്ടോ 50 ഇപ്പുറത്തുണ്ടോ? അപ്പോൾ 25 - 21 എന്ന് പറയുമ്പോൾ 4x
70 മൈനസ് 50 20. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 20/4 നമുക്ക് എത്ര കിട്ടും? 5 എന്ന് പറഞ്ഞ് കിട്ടും. 5. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് എത്രയായിരിക്കും? നമ്പേഴ്സിൻ്റെ റേഷ്യോ 3ഉം 5ഉം ആണ്. എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ഇൻറ്റു 5 ചെയ്താൽ മതി 15ഉം, ഇതിനെ ഇൻറ്റു 5 ചെയ്താൽ മതി 25. 25ഉം 15ഉം ആയിരിക്കും നമ്മുടെ നമ്പർ. 15, 25. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A contractor employed 210 men to complete a construction work in 60 days. After 12 days, he added 70 more men. In how many days will the remaining work will be finished? ഒരു വർക്കിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ എത്രയാണ്? 60 ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 210 ആൾക്കാരെ കൊണ്ട് 60 ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 12 ദിവസം അവരെന്തായാലും വർക്ക് ചെയ്തു. 210 പേര് 12 ദിവസം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് അയാൾ എന്ത് ചെയ്തത്? 70 ആൾക്കാരെയും കൂടെ അഡീഷണൽ ആൾക്കാർ ആഡ് ചെയ്തു. അപ്പോൾ 210ഉം 70ഉം 280 ആൾക്കാർ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് തീർക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓൾറെഡി 60 ദിവസമാണ് വർക്ക് ചെയ്യേണ്ടത്. 210 പേര് 12 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ ബാക്കി 210 പേര് എത്ര ദിവസം വർക്ക് ചെയ്യണം? 60-ൽ നിന്നും 12 കുറയ്ക്കുന്ന ദിവസം, അതായത് 48 ദിവസം വർക്ക് ചെയ്താൽ മതി. 210 പേര് 48 ദിവസം വർക്ക് ചെയ്യേണ്ട വർക്ക് 280 പേര് 70 പേരെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 280 പേര് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ട്. M1D1 ഈസ് ഈക്വൽ ടു M2D2. ജസ്റ്റ് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. M1 എന്ന് പറഞ്ഞാൽ 210 പേര് 48 ദിവസം കൊണ്ട് തീർക്കുന്ന ആളത് 280 പേര് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ D2 കണ്ടുപിടിക്കേണ്ടത് 210 × 48 ഡിവൈഡഡ് ബൈ 280. 0 കട്ട് ചെയ്യാം, 7 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3 4, ഇത് 12 × 3 ആകുമ്പോൾ 36 കേട്ടോ. 36 ഡേയ്സ് കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ഇത്രയേ ഉള്ളൂ. ഫുൾ എടുക്കരുത്. 60 ദിവസം കൊണ്ട് 210 പേര് ജോലി ചെയ്തു. അവർ 12 ദിവസം ജോലി ചെയ്തു. ബാക്കിയുള്ള ദിവസമാണ് അവർക്ക് ജോലി തീർക്കാൻ ബാക്കിയുള്ള ദിവസം 48 ദിവസം. അപ്പോൾ 210 പേര് 48 ദിവസം ചെയ്യേണ്ട ജോലി 70 വരെയും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 280 ആവും. 280 പേര് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഡയറക്റ്റ് ടൈം ആൻഡ് വർക്കിൻ്റെ ഇക്വേഷൻ കേട്ടോ. ജസ്റ്റ് ഡയറക്റ്റ് കൺസെപ്റ്റാണ്. സെയിം ക്വസ്റ്റ്യൻ അല്ലേ. നെക്സ്റ്റ്. A man sells 2 horses for ₹6,000 each, neither losing or gaining the deal. If he sold one horse at a gain of 25%, what is the percentage of loss at which other horse sold? ഒരു ഹോഴ്സിന് 6000 വെച്ച്, അപ്പോൾ 2 ഹോഴ്സ് ഉണ്ട്, ഓരോന്നിന് 6000 വെച്ചാണ് അയാൾ വിറ്റത്. ഓക്കെ. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ 6000 വെച്ച് ഒന്നിനെ വിറ്റുമ്പോൾ 25% ലാഭം ഉണ്ടായി. അപ്പോൾ ഫസ്റ്റ് ഹോഴ്സ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6000 ആണ്. അവിടുത്തെ പ്രോഫിറ്റാണ് അതുണ്ടായത് 25%. അപ്പോൾ അവരുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 100% നമ്മൾ എടുക്കുക. അപ്പോൾ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് നമുക്കിപ്പോൾ ലാഭം കിട്ടിയതുകൊണ്ട് എത്രയായിരിക്കും? 125%. അപ്പോൾ ഈ 125% എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്? 6000 എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ട അവിടുത്തെ കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100%. 100% കണ്ടുപിടിക്കാൻ 6000-നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ. 6000-നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട്. അതായത് 120% 6 സെല്ലിംഗ് പ്രൈസ്. അവിടെ 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 120% അയാൾക്ക് കിട്ടിയെന്ന 100% കോസ്റ്റ് പ്രൈസ്. അപ്പോൾ 120% കിട്ടി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. 5 4 ഇവിടെ കട്ട് ചെയ്യുക, 12 × 4 4800 രൂപയാണ് അവിടെ കോസ്റ്റ് പ്രൈസ് കേട്ടോ. അയാൾ ആ കുതിരയെ 4800 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 6000-ന് വിട്ടു. അതുകൊണ്ട് അയാൾക്ക് എത്ര കിട്ടും? 25% ഡിസ്കൗണ്ട് കിട്ടി. ഇനി രണ്ടാമത്തത് നഷ്ടത്തിലാണ് വിറ്റത്. പക്ഷേ നഷ്ടത്തിൽ വിറ്റെങ്കിലും ഇതിന് ലാഭം കിട്ടിയോണ്ട് അയാൾക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭമില്ല, നഷ്ടമില്ല. ഓക്കെ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 കുതിരയെ വിറ്റ സെല്ലിംഗ് പ്രൈസ് അല്ലേ, 2 ഹോഴ്സസിൻ്റെ സെല്ലിംഗ് പ്രൈസ് 12000 രൂപയാണ്. ആ 12000 രൂപയിൽ നിന്നും ഒരു ഹോഴ്സിൻ്റെ എമൗണ്ട് നിങ്ങൾ മൈനസ് ചെയ്യുക, 4800 മൈനസ് ചെയ്യുക. 2 കുതിര അയാൾ വിറ്റ 12000 രൂപയ്ക്ക് ലാഭവും നഷ്ടവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒന്നിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4800 ആണ്. 2നെയും കൂടെ ലാഭവും നഷ്ടവും ഇല്ലാതെ വിറ്റത് 12000 രൂപയ്ക്കാണ്. അപ്പോൾ രണ്ടാമത് കോഴ്സിന് വിറ്റ വില എന്ന് പറഞ്ഞാൽ, രണ്ടാമത് ലാഭവും നഷ്ടവും ഇല്ലാതെ വിറ്റ വില എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട്, അതായത് 6000 12000-ൽ നിന്നും ഒന്നിൻ്റെ കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 × 4 കുറയ്ക്കുമ്പോൾ 8, 8 × 800 കുറയ്ക്കുമ്പോൾ 7200 ആണ്. 7200 അയാൾ വിറ്റ എമൗണ്ട്. ഇനി ഇവരുടെ 7200-ന് വിറ്റു അല്ലേ. 7200-ന് കോസ്റ്റ് പ്രൈസ് ഉള്ള സെക്കൻഡ് കുതിര, രണ്ടാമത്തെ ഹോഴ്സിൻ്റെ ഹോഴ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 7200 ആണ്. അത് അയാൾ വിറ്റത് അത്രയാണ്, 6000 രൂപയ്ക്ക് ആ കുതിരയെ വിറ്റത്. അപ്പോൾ അയാൾക്ക് നഷ്ടമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് മറ്റേതിൻ്റെ ലാഭം കിട്ടിയ പൈസയും കൂടെ അതിനകത്തേക്ക് അങ്ങ് കയറിയത് കേട്ടോ. അപ്പോൾ 7200 രൂപയുടെ കുതിര 6000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ അവിടുത്തെ ലോസ് എന്ന് പറയുന്നത് 7200 മൈനസ് 6000. 7200 മൈനസ് 6000 നമുക്ക് എത്ര കിട്ടും? 1200 അല്ലേ. 1200 ആണ് ലോസ്. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ
ഈ 1200 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? കോസ്റ്റ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7200 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 കൊടുക്കുക, ഇൻറ്റു 100 കൊടുക്കുക. 12 6 അപ്പോൾ 100/6, 100/6 അല്ലെങ്കിൽ 50/3, 50/3 ആകുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം 20, 6 3 18, 18 ബാലൻസ് 2 പിന്നെ 3, 16 2/3% കണ്ടോ ഉണ്ട്, 16 2/3. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഫസ്റ്റ് കുതിരയെ 6000 രൂപയ്ക്ക് വിറ്റപ്പോഴത്തേക്ക് 25% ലാഭം കിട്ടി. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4800 ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ കുതിര മൊത്തം വിറ്റ് 12000 രൂപയ്ക്കാണ്. അപ്പോൾ അയാൾക്ക് ലാഭമില്ല, നഷ്ടമില്ല. അപ്പോൾ രണ്ടാമത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 12000 നിന്നും ഫസ്റ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യുക, 4800 മൈനസ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടി അല്ലേ. രണ്ട് ഹോഴ്സിൻ്റെയും കൂടെ സെല്ലിംഗ് പ്രൈസ് 12. അപ്പം സെക്കൻഡ് ഹോഴ്സിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 12,000 4800 മൈനസ് ചെയ്യുക, 7200 കിട്ടും. അപ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ 1200 ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ നോർമലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കൺസെപ്റ്റ് പക്ഷേ ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും. 69ാമത്തെ 70ാമത്തെ കേട്ടോ. A box is to be filled with apples weighing 1/10 kilogram. The weight of the box after filling the apple should not exceed 4/5 kilogram. അപ്പോൾ ഒരു ആപ്പിളിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1/10. അതുകൊണ്ട് അങ്ങനെ ആ വെയിറ്റുള്ള ആപ്പിൾസ് വെച്ച് ഒരു ബോക്സ് ഫില്ല് ചെയ്യുമ്പോൾ ബോക്സിൻ്റെ വെയിറ്റ് 4/5 മുകളിൽ പോകാൻ പാടില്ല. അപ്പോൾ 4/5 ഫില്ല് ആവാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ആപ്പിളിൻ്റെ വെയിറ്റ് 1/10, മൊത്തത്തിലാവേണ്ടത് 4/5. ഒരെണ്ണത്തിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 4/5 1/10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. എണ്ണം കിട്ടും. എണ്ണം കണ്ടുപിടിക്കാനല്ല നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ടോട്ടൽ വെയിറ്റിനെ ഒന്നിൻ്റെ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 4/5 ഇൻറ്റു 10/1 റെസിപ്രോക്കൽ. രണ്ട് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ വന്നാൽ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര 8? 4 2 8. 8 നമ്മുടെ ആൻസർ കേട്ടോ. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സം തന്നിരിക്കുന്നത് കുറച്ച് ഹെവിയാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്നുള്ള രീതിക്ക് ഇതിനകത്ത് ഈക്വൽ ടു 108/77 വെച്ച് ചെയ്യേണ്ടി വരും. ഈ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ നിന്ന് ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓപ്ഷനിൽ നിന്ന് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട ഫോർമുല ഏതെന്ന് ചോദിച്ചാൽ n/2 ഇൻറ്റു a പ്ലസ് an. ഇതാണ് n ടേംസിൻ്റെ സം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ നമുക്ക് സം കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ വരുന്നത് 74ആണ്. ഞാൻ ജസ്റ്റ് ആ സ്റ്റെപ്പ് മാത്രം ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 74 വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേനും 74 അല്ല 73 വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഞാനിവിടെ 73 എടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ an ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ a എത്രയാണ്? 5 പ്ലസ് 72 ഇൻറ്റു എത്രയാണ്? കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ 5 പ്ലസ് 4 2 8 7 4 28 അല്ലേ. 4 2 8 7 4 28. അപ്പോൾ 288 293 ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് സമ്മ് കണ്ടുപിടിക്കുമ്പോൾ സം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം 293 പ്ലസ് എത്രയാ? 5 ഡിവൈഡഡ് അല്ല ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 73 നമ്മളെടുത്ത്. അപ്പോൾ 73 ഡിവൈഡഡ് ബൈ 2. ജസ്റ്റ് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. അപ്പോൾ 293 298 ഇൻറ്റു 73 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടും? 298 ആകുമ്പോൾ 28 വരുമല്ലോ. 14 114 18 149 ഇൻറ്റു 73 വരും. 149 ഇൻറ്റു 73 ചെയ്യാം. 149 ഇൻറ്റു 73 9 3 27 ഇഷ്ടം 2 4 3 12 2 14 ഇഷ്ടം 1 1 3 1 4 27 അല്ല 9 63 ഇഷ്ടം 6 28 6 34 4 ഇഷ്ടം 3 1 7 7 3 10. അപ്പോൾ എത്ര കിട്ടും? 7 4 3 7 4 4 8 10 87 കേട്ടോ. ഇത് ചെയ്യാൻ പറഞ്ഞതിന് കാരണം നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ടൈം കണ്ടുപിടിക്കും? എല്ലായിടത്തും ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് സെയിം ആണ്. 71 നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തായാലും ഇതിന് നിയറസ്റ്റ് ആയിട്ടൊരു വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് അവിടുന്ന് 63 നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
അത് വേണ്ട, കാരണം അത് വീണ്ടും ചെറുതായി പോയുള്ളൂ, അപ്പോൾ അത് പറ്റത്തില്ല. പിന്നെ 73 ലാസ്റ്റ് വരേണ്ടത് 7 ആണ്. 7 വരുന്നെങ്കിൽ ഏത് നമ്പർ ആയിരിക്കും മൾട്ടിപ്ലൈ വരേണ്ടത്? 9 3 എന്നാലേ അല്ലേ, 9 3 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ലാസ്റ്റ് 7 വരും. ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് 7 വരുന്നു എന്നുള്ള കാര്യം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 9 3 വരുമ്പോഴേ നമുക്ക് 27 എന്നുള്ള കൺസെപ്റ്റ് വരും. അപ്പോൾ ആ ഒരു ലെവൽ വരുമ്പോൾ നമുക്ക് ഏത് എടുക്കാൻ പറ്റത്തുള്ളൂ? 73 കേട്ടോ. അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ തന്നെ വരുന്നത്. ഓപ്ഷനിൽ നിന്ന് ചെയ്യാൻ പറ്റൂ. അതാ കുറച്ച് ഹെവി ആയിട്ട് നമ്മൾ കുറേ കാര്യം നമ്മൾ കുറേ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് നോർമലായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക, ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മുടെ മദേഴ്സ് ഡേ ആണ് ഇന്ന് അല്ലേ, ഒക്ടോബർ അല്ല, നമ്മുടെ മെയ് 12 മദേഴ്സ് ഡേ ആണ്. അപ്പോൾ മദേഴ്സ് ഡേയുടെ ഓഫർ ഇപ്പോൾ നടക്കുന്നുണ്ട്. Y907 എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 17% ഡിസ്കൗണ്ടും ഡബിൾ വാലിഡിറ്റിയും കിട്ടും എല്ലാ കോഴ്സിനും. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്തായാലും എക്സാംസിൻ്റെ കാലമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു ജോലി നേടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1 വർഷത്തേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. 6 മാസത്തെ പൈസ, അതിൻ്റെ വീണ്ടും 17% ഡിസ്കൗണ്ടിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 വർഷത്തെ ആക്സസ് കിട്ടും കേട്ടോ. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ സൈറ്റിനകത്ത്, നമ്മുടെ സ്റ്റോറിനകത്ത് കയറിയിട്ട് വെബ്സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ ആപ്പിനകത്ത് പോവുക. ആപ്പിനകത്ത് പോയതിന് ശേഷം നമ്മുടെ സ്റ്റോർ എടുത്തിട്ട് സ്റ്റോറിനകത്ത് കോഴ്സ് നോക്കിയത്. മഹാപാക്ക് നോക്കുകയാണെങ്കിൽ മഹാപാക്ക് നോക്കുക, കാരണം അതായിരിക്കും ഏറ്റവും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കാര്യം. മൾട്ടിപ്പിൾ എക്സാംസിന് നിങ്ങൾക്ക് ഒറ്റ പാക്കിലൂടെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും നോക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആൻസർ കീയൊക്കെ നോക്കുക. ഇനി അടുത്ത ഫേസ് എക്സാം ഉള്ളവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.